സർ, 2023 എറണാകുളം MP ഹൈബി ഈഡൻ ലോകസഭയിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചിരുന്നു. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു, കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തു നിന്ന് മാറ്റി എറണാകുളത്തേക്ക് ആക്കിയാൽ അത് കുറച്ചുകൂടി നന്നാവും. കാരണം കേരളത്തിന്റെ മധ്യഭാഗത്ത് എറണാകുളമാണല്ലോ വരുന്നത്. അതുകൊണ്ട് അത് എറണാകുളത്തേക്കല്ലേ കേരളത്തിന്റെ തലസ്ഥാനം വേണ്ടത് എന്നൊരു നിർദ്ദേശം വെച്ചു. പക്ഷെ അതെല്ലാവരും തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ വീണ്ടും അത് ചർച്ചയാവുകയാണ്. എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം, പുതിയ ചർച്ചകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ? ഈ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. എന്തുകൊണ്ടാണ്? കാരണം അതിന് വേണ്ടതായ തരത്തിലുള്ള വിഭവങ്ങൾ കേരളത്തിൽ ഇല്ല. എല്ലാവരുടെയും ധാരണ എന്താണെന്നറിയാമോ? ഈ സെക്രട്ടേറിയറ്റും ആ നിയമസഭയും എടുത്ത് നേരെ അങ്ങോട്ട് അവിടെ വെച്ചാൽ മതിയല്ലോ എന്നാണ്. ഇത് രണ്ടും അങ്ങോട്ട് എടുത്ത് വെച്ചാൽ അവിടെ തലസ്ഥാനമായി എന്നാണ്. അതല്ല, ഇത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഇത് വന്നു. തെലുങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ്, ആന്ധ്രയുടെ അമരാവതി. അത് പിന്നീട് പുതിയ ഭരണം വന്നപ്പോൾ അവരവിടെ മാറ്റുകയൊക്കെ ചെയ്തു. അതിൻ്റേതായ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഈ തെക്കൻ തിരുവിതാംകൂറ്, കൊച്ചി, മലബാർ ഇവയാണ് സംയോജിപ്പിച്ചുകൊണ്ടാണ്, ഈ തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഒന്ന് രൂപം കൊണ്ട് തിരുവനന്തപുരം തലസ്ഥാനമായി മാറ്റിയത്. അതിൽ കൊച്ചിക്കും എന്നാൽ അവരുടെ ആവശ്യവും പരിഗണിച്ചു. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചിക്ക് കൊടുക്കുകയും ചെയ്തു. എല്ലാവരുടെയും ആവശ്യം പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ആസ്ഥാനം അവിടെ ആക്കുകയും ചെയ്തു. അപ്പോൾ തിരുവനന്തപുരത്തിന് എന്താണ് തലസ്ഥാനമായി വന്നതെന്ന് ചോദിച്ചാൽ, ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും പിന്നെ അതിൻ്റെ പ്രായോഗികമായിട്ടും തിരുവനന്തപുരമാണ് അനുയോജ്യമായിട്ടുള്ളത്. ഈ എല്ലാ നഗരങ്ങളെയും തൃപ്തിപ്പെടുത്താനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ കൊച്ചിയുടെ ആവശ്യം വന്നപ്പോൾ ഹൈക്കോടതി ആസ്ഥാനം കൊടുത്തിട്ടുള്ളത്. കോഴിക്കോട്ടുകാർക്കും പരാതി ഒരുപാടുണ്ടായിരുന്നു. അവരും വാണിജ്യ നഗരമാണ് എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ എറണാകുളം പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. ഈ എറണാകുളത്ത് എങ്ങനെ വികസനം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? അതിന് സ്പേസ് ഉണ്ടോ? കാലെടുത്ത് മുമ്പോട്ട് വെച്ചാൽ കായലിലായിരിക്കും വീഴുന്നത്. അത്തരത്തിലാണ് നിൽക്കുന്നത്. കായല് നികത്തി അല്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഇടം നികത്തിയിട്ടാണ് വലിയ ചില മാളുകളൊക്കെ അവിടെ ഉണ്ടായതെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ പല സമയത്തും അതിഘോരമായ മഴയുണ്ടാകുമ്പോൾ നഗരം കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളം മുഴുവൻ നമ്മളിപ്പോൾ കാണുകയാണ്. പത്തനംതിട്ടയിൽ റാന്നിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണ്? റാന്നി എപ്പോഴും അതിശക്തമായ മഴയുണ്ടായാൽ വെള്ളത്തിനടിയിലാകും. ഈ പുഴയുടെ അടുക്കലേക്ക് നഗരം അങ്ങ് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ പിന്നെ പുഴയ്ക്ക് ഒഴുകാനുള്ള വഴി വേണ്ടേ? അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഈ കൊച്ചിയിലെ സംബന്ധിച്ചിടത്തോളം, പക്ഷെ തിരുവനന്തപുരത്തിന് എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തെ ഈ ഫർദറായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഓർക്കണം, ഇത് ഈ കോട്ടയ്ക്കകത്ത് കിടന്ന് കളിക്കുകയായിരുന്നു. ഈ 3 പേരാണ് ഈ തിരുവനന്തപുരത്തിന് ഒരു വികസനത്തിന്റെ ഒരു അടിസ്ഥാനമിട്ടത്, തലസ്ഥാനത്തിനൊരു വികസനം കൊണ്ടുവന്നത്. ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ്, സർ പി മാധവറാവു ദിവാൻ, പിന്നെ അന്നത്തെ ചീഫ് എഞ്ചിനീയർ ബാർട്ടൺ, ഇവര് 3 പേരുമാണ് കോട്ടയ്ക്കകത്ത് കിടന്ന് കറങ്ങിയിരുന്ന തിരുവനന്തപുരത്തിന് കോട്ടയ്ക്ക് പുറത്തേക്ക്, കിഴക്കേ കോട്ടയ്ക്ക് അകത്ത് കിടന്ന് കറങ്ങുകയായിരുന്നു. പിന്നീട് ഹജൂർ കച്ചേരി വന്നു, അതായത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ്, പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ്, ജനറൽ ആശുപത്രി, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാകാൻ തുടങ്ങുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സർക്കിളിൽ മാത്രമായിട്ട് തലസ്ഥാനം ഒതുങ്ങാതെ വികസിച്ചു പോകണം. വികസിച്ചു പോകാൻ തിരുവനന്തപുരത്തിന് അതിനുള്ള സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കേ, നെയ്യാറ്റിൻകര ഭാഗം, കന്യാകുമാരിയിലേക്കുള്ള ഭാഗം. കന്യാകുമാരി നമുക്കറിയാം കേരളത്തിൽ നിൽക്കേണ്ടതുമായിരുന്നു. തമിഴ് സംസാരിക്കുന്ന ഒരുപാട് ജനത അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് അത് പോവുകയും ചെയ്യും. ഇപ്പോഴും അവിടെ തമിഴും മലയാളവും സംസാരിക്കുന്നവരായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഈ നെയ്യാറ്റിൻകര ഭാഗം, അതുപോലെ തന്നെ നെടുമങ്ങാട് ഭാഗം,
കാട്ടാക്കട മലയോര മേഖലയായിട്ടുള്ള കാട്ടാക്കട, നെടുമങ്ങാട് ഭാഗം, ആര്യനാട്, ഇങ്ങനത്തെ തിരുവനന്തപുരത്തിന് വികസിക്കാൻ ഒരുപാട് ഇടം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ആ സൗകര്യം വേണ്ട തരത്തില് കൊച്ചിക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ചിലർ ഇതിനകത്ത് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതിൻ്റെ പിന്നിൽ അതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. തിരുവനന്തപുരത്തിന് ഈ രാജഭരണകാലത്ത് ഉണ്ടായ ചില നേട്ടങ്ങളാണ് ഇപ്പോഴും അതിൻ്റെ ഒരു അടിത്തറയായിട്ട് നിൽക്കുന്നത്. പക്ഷെ പിന്നീട് വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു നേട്ടം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ഈ വരുത്തന്മാരുടെ ഒരു ഇടമായി മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ തലസ്ഥാനമായി കഴിഞ്ഞപ്പോൾ പലരും ഇങ്ങോട്ടേക്ക് വരുന്നു. ജോലി സൗകര്യം, പഠന സൗകര്യത്തിന്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർ മറ്റുള്ളിടത്തോ തന്നെയാണ്. ഇപ്പൊ ഈ തിരുവനന്തപുരത്തെ MP-മാരെ ഒക്കെ തന്നെ നോക്കിയാൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് കരുണാകരൻ നിന്ന് ജയിച്ചിട്ടുണ്ട്, M.M. ഗോവിന്ദൻ നായർ, P.K. വാസുദേവൻ നായർ, പന്ന്യൻ രവീന്ദ്രന്, പിന്നെ ഇപ്പോഴത്തെ MP ആയ ശശി തരൂർ, തരൂരിന്റെ നാട് പാലക്കാട്ടുകാരനാണ്, തരൂര് പിന്നെ വിശ്വപൗരനാണ്. അപ്പൊ ഇവർക്കാർക്കും തിരുവനന്തപുരത്തിനോട് വലിയൊരു കമ്മിറ്റ്മെന്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഇവ തിരുവനന്തപുരത്തുകാരായിട്ട് ഉണ്ടായി ജയിച്ചതെന്ന് പറയാൻ A. ചാൾസ്, നീലലോഹിതദാസൻ നാടാരൊക്കെയാണ്. അവരുടെ കാലത്ത് അതിൻ്റെതായ രീതിയിലുള്ള നേട്ടവും ഉണ്ടായിട്ടില്ല. മന്ത്രിമാരും ഒക്കെ ഉണ്ട്. തലസ്ഥാനത്തിന് കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ഇത്തവണയും ഉണ്ട്. അതിൻ്റെതായ നേട്ടം പലപ്പോഴും ഉണ്ടാകത്തില്ല. തിരുവനന്തപുരത്തിനെ അങ്ങ് അവഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അപ്പൊ ഈ രാഷ്ട്രീയ ചർച്ച ഇങ്ങനെ പലയിടങ്ങളിലും ഈ വടക്കോട്ടുള്ളവരുടെ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സ്വകാര്യ ബില്ല് 2023 വന്നതാണ്. അന്ന് മുതൽ ഇത് ചർച്ച ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, തലസ്ഥാന നഗരത്തെ മാറ്റുക. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ് അത് കൂടുതൽ ചർച്ചകളിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അത് ഔദ്യോഗിക തലങ്ങളിലേക്ക് ഒരു ചർച്ചയുടെ വഴി തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെ ഇതിനെ അങ്ങ് മാറ്റിക്കൊണ്ടു പോകാം. കേരളത്തിന്റെ മധ്യഭാഗത്തായിട്ട് വരും കൊച്ചി എന്നുള്ളതാണ്. നമ്മൾ പക്ഷെ നോക്കണം, ഇതിന് സാമ്പത്തികമായി ഉണ്ടാകുന്ന ബാധ്യതകൾ കൂടി നോക്കണം. അത് താങ്ങാനുള്ള ശേഷി ആലോചിക്കാൻ പറ്റുന്നില്ല. എറണാകുളം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിനെന്ന് പറഞ്ഞാല് ഇതൊരു പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ്. പണ്ട് മുതലേ ഉള്ളതാണ്, രാജ പാരമ്പര്യമുണ്ട്. അന്ന് മുതലേ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റലായിട്ട് അതിങ്ങനെ നിൽക്കുകയാണ്. ഒരു കാലത്ത് നമുക്കറിയാം പത്മനാഭപുരം തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിട്ട് നിന്ന ഇടമാണ്. പിന്നീട് അത് മാറി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. പിന്നെ ഇതൊരു തീർത്ഥാടന നഗരം കൂടിയാണ്. ലോക പ്രശസ്തമായിട്ട് നിൽക്കുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രം ഒക്കെയുള്ള ആറ്റുകാൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ തലസ്ഥാന നഗരം ഇങ്ങനെ മാറ്റി ഒരു ജില്ല പോലും പുതുതായിട്ട് ഉണ്ടാകുമ്പോഴുണ്ടല്ലോ സർക്കാരിന് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ചെലവാണ് വരുന്നത്. അപ്പോൾ ഒരു തലസ്ഥാനത്തിന്റെ കാര്യം നമുക്ക് ആലോചിക്കാനേ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ തിരുവനന്തപുരത്തിനെ തകർക്കാൻ വേണ്ടി പലപ്പോഴും രാഷ്ട്രീയത്തിനകത്തൊക്കെ ചില ലോബി ഉണ്ടെന്നുള്ളതാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നിവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനോട് പറഞ്ഞതാണ്, തിരുവനന്തപുരത്തിന്, കേരളത്തിന് ഞങ്ങൾ ഒരു എയിംസ് തരാം, അത് സ്ഥലം ചൂണ്ടിക്കാണിക്കെന്ന് പറഞ്ഞു. ഇന്ന് വരെ 2014 കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് 12 വർഷമാകുന്നു. ഇന്നേ വരെ അതിന്റെ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല. തിരുവനന്തപുരത്തിന് ഒരു 20 കിലോമീറ്റർ മാറിയുള്ള കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തിനടുക്കലായിട്ട് നെട്ടുകാൽ തേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തുറന്ന ജയിലാണ്, അതിവിസ്തൃതമായിട്ട് കിടക്കുകയാണ്. അവിടം കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റു ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും കാണിച്ചില്ല. ഇതിനെ എങ്ങനെയെങ്കിലും 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെ അങ്ങ് വടക്കോട്ടേക്ക് പിടിക്കാൻ നോക്കി. പിന്നീട് അതിനുശേഷം എത്ര സ്ഥലം പറഞ്ഞു? ആലപ്പുഴ പറഞ്ഞു, തൃശ്ശൂര് പറഞ്ഞു, അങ്ങനെ കോഴിക്കോട് പറയുന്നുണ്ട്. ഇപ്പോഴും അത് നേടിയെടുക്കണമെന്നില്ല. ഇതിന്റെ എല്ലാവർക്കും വേണ്ട തരത്തിലുള്ള, അപ്പൊ തിരുവനന്തപുരത്തിന് സാധ്യതയുണ്ടായിരുന്നു, അതുപോലും പിന്നെ വലിച്ചു നീട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. കേരളം ഭരിക്കുന്നവർക്ക് ആർക്കും തിരുവനന്തപുരത്തിനോട്, ഇപ്പൊ ഈ വിഴിഞ്ഞം തന്നെ
വിഴിഞ്ഞം എന്നേ ഈ പോർട്ട് വരേണ്ടതായിരുന്നു. ആ പോർട്ട് വളരെ ഒരു 25 വർഷത്തിന് മുമ്പെങ്കിലും കുറഞ്ഞത് വന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ തിരുവനന്തപുരം എന്ന് പറയുന്നത് അതിഗംഭീരമായി മാറുമെന്നുള്ളതാണ്. ഇവിടെ ആർക്കും അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വിഴിഞ്ഞത്തിന്റെ സാധ്യതകളൊക്കെ എല്ലാവർക്കും ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഇടപാടുകൾ ഇതിന്റെ പിന്നിലുണ്ട്. ആ ഇടപാടുകളുടെ ഫലമാണ് ഇപ്പോൾ ഇത്തരത്തിലെ തലസ്ഥാനത്തെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും അത് പ്രായോഗികമാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.